കഴിക്കാൻ അങ്ങനെ കളയണ്ട, കഴുത്തിലൊക്കെ തൊടാലോ. അങ്ങനെയല്ലേ ദീപ വിഘ്ന കടേശ്വര കുറേശ്ശെ പോകുന്ന കേട്ടോ. നമുക്ക് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ നമുക്ക് അതൊന്നുമില്ല കേട്ടോ. വാങ്ങിക്കോളൂ. കുറേശ്ശെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ആ വിളക്ക് വലത്തേ കയ്യിലുള്ള പൂവ് ഒന്നുകൂടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ട് ഇട്ടിട്ട് മഹാലക്ഷ്മി തൊഴുതോളൂ. ചുണ്ട് തൊടാതെ ശരി. ഇനി വാങ്ങിക്കോളൂ. സൂര്യായ നമ. ഈ കണ്ണിലേക്ക് സോമായ നമ. കുജായ നമ. ബുധായ നമ. ഇവിടെ കേട്ടോ. ജീവായ നമ. ആ മൂലയിൽ. ശുക്രായ നമ. ഇവിടെ മന്ദായ നമ. ഇവിടെ രാഹവേ നമ. ഇവിടെ കേതവേ നമ. ഇവിടെ ഗുളികായ നമ. ഇവിടെ കയ്യിലൊക്കെ തട്ടി നമ ശിവായ നമ ശിവായ നമ ശിവായ. ഈ നാളികേരത്തിൻ്റെ മേലേക്കിട്ട് സ്ഥലമായിട്ട് ശിവഭഗവാനെ തൊഴുതു. നമ ശിവായ നമ ഇലയോട് കൂടിയിട്ടായ വാങ്ങുന്നത് പോകാൻ പാടില്ല കേട്ടോ. അതിന് കൂട്ടിപ്പിടിക്കാം. അടിവെച്ച് നമശിവായ നമശിവായ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കേട്ടോട്ടെ കേട്ടോ. കുട്ടിയെ തൊട്ടുണ്ടാക്കും. എന്താ പണിയോ പിന്നെ വന്നിട്ട് ഒരു പ്രാർത്ഥന ഉണ്ടാവും. അതിനുശേഷം ഇത് മോളെ കയ്യിൽ തന്നിട്ട് അത് പിടിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഇവിടേക്ക് അയച്ചിട്ടുണ്ട്. ഇവിടെ ശിവഭഗവാനുണ്ട്. ഇവിടെയൊക്കെ കുറേ ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ട് നമശിവായ ജപിച്ച് കണ്ണടയ്ക്കണമെങ്കിൽ കണ്ണടയ്ക്കാം. വേറെ എവിടേക്കും നോക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെയായിട്ട് ഇത് പ്രാർത്ഥന കഴിഞ്ഞ ശേഷം നമ്മളോട് പറയും നമുക്ക് ഇഷ്ടമുള്ള കയ്യിൽ വയ്ക്കാം. അങ്ങനെ വെച്ചോളൂ എന്ന് പറയുന്നു. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് നേരത്തെ പോലെ ആകും. ആ
കള്ളീൻ്റെ അടുത്ത് പോയിട്ട് ആ കള്ളിൻ്റെ നടുക്ക് ചെല്ലുക. അത് കയ്യിലൊക്കെ ആയിക്കട്ടെ. ഏത് കള്ളി? ഈ വലിയൊരു കള്ളി നടുക്കുണ്ട്, അത് ഒഴിവായിട്ട് പുറമെ എത്ര കള്ളിയുണ്ട് നോക്കുക. എത്ര കള്ളിയുണ്ട്? ചെറിയ ചെറിയ കള്ളികൾ. അല്ലേ? അപ്പം നമുക്ക് തോന്നുന്നത് ഇപ്പം ഇവിടെയാണെന്ന് വയ്ക്കാം, ഇവിടെ 4 കള്ളി കാണില്ല. അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാനോ? ഇവിടെയാണെങ്കിലോ ഇങ്ങോട്ട് വന്നിട്ട് ചെയ്യാനോ? അവിടെയാണെങ്കിലോ അവിടേക്ക് കാല് വെച്ചിട്ട് ചെയ്യാം. ഇവിടെയാണെങ്കിലോ ഇവിടേക്ക് കാല് വെച്ചിട്ട് ചെയ്യാം. അല്ലേ? എങ്ങനെ കടന്നോടാം, അങ്ങോട്ട് കടന്നോടാം കേട്ടോ. വെക്കാൻ പാടില്ലാത്തൊരു കള്ളിയുണ്ട്. വലിയ കള്ളി, നടുക്കുള്ള കള്ളി അതിൽ വെച്ചുകൂടാ, വരയിൽ വെച്ചുകൂടാ, കള്ളിൻ്റെ പുറമെ വെച്ചുകൂടാ കേട്ടോ. കള്ളിക്ക് അകത്തായിരിക്കും കേട്ടോ. കയ്യിൽ പഴുതുണ്ടാവില്ല, ഇപ്പോൾ കേട്ടോ. ചുറ്റി വലത് കയ്യിൽ ഒതുങ്ങാം. ചെറിയ സപ്പോർട്ട് മാത്രം കേട്ടോ. പദവസ്യ ദക്ഷിണേ ഹസ്തേ സ്വർണ്ണം. ഇതൊരു സ്വർണ്ണമുണ്ട്, സ്വർണ്ണ നാണയം കണ്ടപ്പോൾ. അപ്പോൾ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം ഇതെല്ലാം ചേർന്നതാണ് സ്വർണ്ണം എന്ന് പറയാം കേട്ടോ. എടുത്ത് നോക്കാം, ഒന്നുകൂടി എടുത്ത് നോക്കാം. ഇതിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ട് മനസ്സിലായി ഇങ്ങനെ അതെ അങ്ങനെ ഇത് കണ്ണടച്ച് കുറേ നേരം ചോദിച്ചു. നിങ്ങളെല്ലാവരെയും പ്രതിനിധീകരിച്ചിട്ട് പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, ഒരാളൻ ഇവിടെ ഉണ്ട്. എല്ലാവരും ഒരാളിനെ ഇങ്ങോട്ട് എടുക്കണം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റെന്നാലോ? ഉദ്ദേശം പ്രാർത്ഥന